ഓം ശ്രീമന്നാരായണീയം. ദശകം 35 രാമായണ കഥ പറഞ്ഞു വരുന്നു. 2 ദശകങ്ങളിലായിട്ട് 10 ശ്ലോകം, ആദ്യത്തേലും രണ്ടാമത്തേലും 10 ശ്ലോകം, അങ്ങനെ 20 ശ്ലോകത്തിൽ രാമായണത്തെ മേൽപ്പത്തൂർ വളരെ ഭംഗിയായിട്ട് അധ്യാത്മരാമായണത്തെ ചുരുക്കി പറഞ്ഞു. ഭാഗവതത്തിൽ അവിടെ അപ്പപ്പോൾ ഓർമ്മ വന്നത് പറയുകയാണ് വ്യാസൻ ചെയ്തത്. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞത്. ഇവിടെ രാമായണം അതിൻ്റെ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഭാവം എങ്ങനെയാണോ അതേപോലെയാണ് മേൽപ്പത്തൂർ ഇതിനെ ഒന്ന് സംഗ്രഹിച്ചെടുക്കുന്നത്. ഈ 2ാമത്തെ ദശകത്തിലാണ് കൂടുതലായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കുക. ശ്രീഗുരുവായൂരപ്പ നമുക്കത് ശ്രവിക്കാം. ഓം ദശകം 35 ശ്ലോകം 1. ഓം നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാ അങ്കുഷ്ഠേന ഭൂയോ ലുലവിധ യുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. അതിനുശേഷം തദനു ഹനുമൽ സംഘത്തിന് ശേഷം എന്ന് സാരം. ഹനുമത സുഗ്രീവ മൈത്രിയും നീത. ഹനുമാൻ ഒരു വടു ബ്രാഹ്മണ വേഷത്തിൽ, ഉപനിച്ചുണ്ണിയുടെ വേഷത്തിൽ അവിടെ സുഗ്രീവനാൽ നിയോഗിക്കപ്പെട്ടുകൊണ്ട് ഋഷ്യമൂകാചലത്തിൽ നിന്ന് ഈ രാമനും ലക്ഷ്മണനും അതിൻ്റെ ഏറ്റവും താഴെ സീതാന്വേഷണത്തിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരി പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മായാവി രാക്ഷസന്മാരാണോ അല്ലെങ്കിൽ മായാവിയായിട്ടുള്ള വല്ലവരാണോ, ബാലിയുടെ ദൂതന്മാരാണോ എന്നെല്ലാം പേടിച്ചുകൊണ്ട് സുഗ്രീവൻ ഹനുമാനെ വിട്ടതാണ്. അപ്പോൾ ഹനുമാൻ ഈ രാമനെയും ലക്ഷ്മണനെയും തൻ്റെ തോളിലേറ്റിക്കൊണ്ട് സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹനുമാനാൽ സുഗ്രീവനോട് പിന്നെ പറയപ്പെട്ടുകൊണ്ട് സഖ്യം അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്തു. തദനു ഹനുമത സുഗ്രീവ മൈത്രിയും നീത. അങ്ങനെ സുഗ്രീവനോട് മൈത്രി ഭാവത്തെ സ്വീകരിച്ചതായിട്ടുള്ള ശ്രീരാമൻ. ശ്രീ ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ പറയാണ്, അങ്ങ് ശ്രീകൃഷ്ണ അങ്കുഷ്ഠേന ദുന്ദുഭേഹേ കായം ഉച്ചൈഹി ക്ഷിപ്ത്വാ. ദുന്ദുഭി എന്നുള്ള ഒരു മായാവി രാക്ഷസൻ, ആ മായാവി രാക്ഷസൻ്റെ ഒരു ജഡം അതവിടെ കിടന്നായിരുന്നു. സുഗ്രീവന് ഈ ശ്രീരാമനിൽ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കാരണം ബാലിയുടെ ശക്തി അത്രയും കൂടുതലാണ്, വരബലവും അത്രയും കൂടുതലാണ്. അപ്പോൾ ഈ ദുന്ദുഭി എന്നുള്ള രാക്ഷസൻ്റെ ശരീരം വളരെ ബൃഹത്താണ്, അത് മലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പുറത്തേക്ക് ഇടാൻ പറ്റുമോ? ഏതായാലും അവിടെ ശുദ്ധമാക്കുകയും വേണം. അപ്പോൾ അതിനെ കളയാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. അതേപോലെ തന്നെ അവിടെ സാലവൃക്ഷങ്ങൾ, ഒരു 7 സാലവൃക്ഷങ്ങളുണ്ട്. അതിനെ ഒരമ്പ് കൊണ്ട് മുറിച്ച് വീഴ്ത്തണം, മുറിച്ച് വീഴ്ത്തണം. അത് പറ്റുമോ എന്നുള്ള ചില സംശയങ്ങൾ, പരീക്ഷണങ്ങളായിട്ട് ശ്രീരാമൻ്റെ ശക്തിയെ പരീക്ഷിച്ചു സുഗ്രീവൻ. അപ്പോൾ അതിൽ 2ലും ഭഗവാൻ ജയിച്ചു എന്ന് കാണിക്കുകയാണ്. അപ്പോഴേ വിശ്വാസമായുള്ളൂ. ത്വം അങ്കുഷ്ഠേന ദുന്ദുഭേഹേ കായം ഉച്ചൈഹി ക്ഷിപ്ത്വ. ഈ ദുന്ദുഭിയുടെ ശരീരത്തെ വളരെ ദൂരേക്ക് ഉയർത്തി എറിഞ്ഞതിന് ശേഷം, ഒരു കാലിൻ്റെ ഒരു തള്ളവരലുകൊണ്ട് തോണ്ടി അത്രയും ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അങ്കുഷ്ഠേന ദുന്ദുഭേഹേ ഈ കായം, അത് പോത്തിൻ്റെ ശരീരമാണ്, ഒരു മായാവി രാക്ഷസനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഈ തള്ളവരലുണ്ട്, കാലിൻ്റെ തള്ളവരലുണ്ട്, പെരുവരലുണ്ട്, കണ്ട് തള്ളി താഴത്തേക്ക് ഇട്ടു. കുറേ ദൂരത്തേക്ക് പോയി. അങ്ങനെ വളരെയധികം ഉയർത്തി എറിഞ്ഞതിന് ശേഷം ഉച്ചൈഹി ക്ഷിപ്ത്വ, ഇങ്ങനെ എറിഞ്ഞതിന് ശേഷം ഭൂയഃ പത്രിണ
അതിന് ശേഷം വീണ്ടും ഒരു ശരം കൊണ്ട് സപ്തസാലാൻ 7 സാലമരങ്ങളെ സാലവൃക്ഷങ്ങളെ യുഗപത് ഒരേ സമയത്ത് ലുലവിധ മുറിച്ചു. ഒരു അമ്പ് കൊണ്ട് ഈ വട്ടത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു 7 മരങ്ങൾ, അതായത് ഒരു മരം പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത മരം അങ്ങനെ നിൽക്കുമ്പോൾ അത് ഏറെക്കുറെ വട്ടത്തിലായിട്ടാണ് കണ്. അപ്പോൾ ഒരു മരം ഒരു ശരം കൊണ്ട് അടുത്തത് വേറൊരു ശരം കൊണ്ട് അങ്ങനെ സാധാരണഗതിയിൽ പറ്റുള്ളൂ. പക്ഷേ ഇത് ശ്രീരാമൻ ഒരു ശരം കൊണ്ട് ഈ വട്ടത്തിൽ നിൽക്കേണ്ട 7 മരവും ഒരേപോലെ മുറിച്ചു. അപ്പോൾ ഈ ശരം ഇങ്ങനെ വട്ടത്തിൽ പോണ്ടേ, അത് സാധാരണ അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അങ്ങനെ മുറിച്ചു. എന്നിട്ട് സുഗ്രീവഘാതോദ്യതം, ഈ സുഗ്രീവ ഹനനത്തിന് തയ്യാറായവനും അതുലബലം വ്യാജവൃത്യ വഞ്ചിക്കുക എന്ന ഭാവത്തോടെ ഇരിക്കുന്ന ബാലിനം, സുഗ്രീവൻ്റെ ഏട്ടനായിട്ടുള്ള ഈ ബാലി, സഹോദരനായിട്ടുള്ള ഈ ബാലി സുഗ്രീവൻ്റെ രാജ്യത്തെ അപഹരിച്ച് അങ്ങനെയൊക്കെയാണ്, ഭാര്യയും കട്ടു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശിക്ഷയുണ്ട്, ശിക്ഷ അർഹനാണ് ബാലി. ആ ബാലി തൻ്റെ എതിരാളിയായിട്ട് ആര് വരുന്നോ അയാളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ആർക്കും ബാലിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. സുഗ്രീവൻ്റെ ഭാര്യയെ കട്ടെടുക്കുകയും ചെയ്തു, തട്ടിയെടുത്തു. അപ്പം അതും തെറ്റായിപ്പോയി. ഇത് രണ്ടും ശിക്ഷാർഹമായതുകൊണ്ട് ആ അതുല ബലവാനായിട്ടുള്ള വഞ്ചന ശീലമായിട്ടുള്ള വ്യാജവൃത്യ, അതാണ് ശീലം, സ്ഥിരമായിട്ട് വ്യാജം അങ്ങനെയാണ്, ബാലിനം, ആ ബാലിനെ ഹത്വ കൊന്നിട്ട്. ഇനി ഭഗവാൻ എങ്ങനെയാ കൊന്നത് എന്നാണ്. വ്യാജവൃത്യ ആണ് കൊന്നത്. അതായത് ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഒളിയമ്പ് ചെയ്തുകൊണ്ട് കൊന്നു എന്നതാണ്. രാമായണത്തിലെ കഥ നമുക്കൊക്കെ അറിയാം. ബാലിയും സുഗ്രീവനും ഏട്ടനനിയന്മാരെ തമ്മിൽ ഒരു വൈരം വെച്ചു കൊണ്ടുപോന്നു. അതിന് കാരണക്കാരനായത് ഒരു രാക്ഷസനാണ്. ആ രാക്ഷസൻ്റെ വധം അതൊരു ഗുഹയിൽ പോയിട്ടാണ് ബാലി നടത്തിയത്. അപ്പോൾ ഗുഹയിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ സുഗ്രീവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനാ മരിച്ചു വെച്ചാൽ രക്തം വരും, ഈ അസുരനാ മരിച്ചു വെച്ചാൽ വെളുത്ത രക്തമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് വെളുത്ത രക്തം വന്നു കഴിഞ്ഞാൽ പാറ അടയ്ക്കണം, ഒരു പാറ കൊണ്ട് ഈ ഗുഹാമുഖം അടയ്ക്കണം എന്നെല്ലാം പറഞ്ഞു. ചുവന്ന രക്തമാണ് പറഞ്ഞത്, ഞാനാ മരിച്ചു വെച്ചാൽ അപ്പോൾ ഈ രാക്ഷസൻ പുറത്തേക്ക് വരാൻ പാടില്ല, അങ്ങനെ ഈ ഗുഹാമുഖം അടക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ മായാവിയായിട്ടുള്ള ഈ രാക്ഷസൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ചുവന്ന രക്തമാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഗുഹാമുഖം അടച്ചു. ഇപ്പോൾ സാധാരണ ഗുഹാമുഖം പുറത്തുനിന്ന് അടച്ചാൽ പിന്നെ അകത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഘടന. അപ്പോൾ ബാലി അതിനെയൊക്കെ ഗത കൊണ്ട് തച്ചുടച്ച് ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്ന് നേരിട്ട് സുഗ്രീവനോട് യുദ്ധം ചെയ്യാനുണ്ടായത്. സുഗ്രീവൻ മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ബാലി കേറാമല, അങ്ങനെ ഒരു മലയാണ് ഋഷ്യമൂർക്കാചലം, അവിടെ വന്നിട്ട് അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ സുഗ്രീവനും ശ്രീരാമനും കൂടിയിട്ട് സഖ്യം ഉണ്ടായത്. അപ്പോൾ ആ ബാലിയെ പേടിച്ചുകൊണ്ടാണ് 4-5 പേരുണ്ട് ഹനുമാനൊപ്പം അവിടെ, ജാമ്പവാനൊപ്പം അവിടെ താമസിക്കണത്. ആ ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചോളാൻ പറഞ്ഞു. സഖ്യം ചെയ്തത് ഇതാണ്, ബാലിയെ കൊല്ലണം എന്നല്ല, ബാലിയുടെ പേടി ഇല്ലാണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ കൊല്ലല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ബാലി അത്രയും ക്രോധം ഉള്ള രീതിയിലാണ്, സുഗ്രീവനോട് ക്രോധമുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കൊല്ലല്ലാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ യുദ്ധത്തിന് വെല്ലുവിളിച്ചോളാൻ പറഞ്ഞു. ആ വെല്ലുവിളിച്ച സമയത്ത് ഈ ബാലിയുടെ പത്നി പറയുന്നുണ്ട്, സുഗ്രീവൻ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് സ്വന്തം ശക്തി കൊണ്ടാവുമെന്ന് തോന്നുന്നില്ല, പിന്നിൽ എന്തോ ഒരു ബലമുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അന്ന് സാരില്ല, എൻ്റെ ബലത്തിൻ്റെ മുമ്പിൽ അത് സാരില്ല. സംഗതി ശരിയാണ്. ഇനി നേരിട്ട് വരാച്ചാൽ മാർഗമില്ല, ശ്രീരാമനും പറ്റില്ല. അപ്പോൾ നേരിട്ട് വരാതെ കണ്ട് ഒളിയമ്പ് ചെയ്യാണ് ഉണ്ടായതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ദിവസമൊന്നും പറ്റിയില്ല. പിന്നത്തെ ദിവസം പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങൾ, മാല കൊടുത്തതിന് ശേഷം വാടാത്ത മാല അങ്ങനെ കൊടുത്ത് അടയാളം കിട്ടി. ആ അടയാളത്തിനനുസരിച്ച്
രണ്ടുപേരുടെയും ഛായ ഒന്നായതുകൊണ്ട് ആരാ ബാലി ആരാ സുഗ്രീവൻ എന്നുള്ളത് ശ്രീരാമന് പോലും മനസ്സിലാവണില്ല. വെച്ചാൽ എത്ര സാമ്യമുണ്ട് ഇവർ തമ്മിൽ. അങ്ങനെ സ്വഭാവം കൊണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി ആകാരം കൊണ്ടൊരു വ്യത്യാസമില്ല. ആ ശിക്ഷയ്ക്ക് അർഹനായിട്ടുള്ള ബാലിയെ മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഒളിയാൻ പെയ്തുകൊണ്ട് ബാലിയെ ശ്രീരാമൻ വധിച്ചു. അങ്ങനെ ബാലിനം ഹത്വ, ബാലിയെ കൊന്നിട്ട് വിരഹ തരളിത, വിരഹ നിമിത്തം ഇളകിയവനായിട്ടുള്ള മതംഗാശ്രമേ, മാതംഗമുനിയുടെ ആശ്രമത്തിൽ വർഷാവേളാം അനൈഷീർ, വർഷകാലത്തെ 4 മാസം, കർക്കടം, ചിങ്ങം, കന്നി, തുല 4 മാസമാണ് ചാതുർമാസ്യം. അത് വർഷക്കാലമാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും മഴയാവും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള എനിക്ക് അത്രയും കാലം പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ എവിടെയെങ്കിലും തേവാരായിട്ട് കഴിഞ്ഞുകൂടും, തപസ്സായിട്ട് കഴിഞ്ഞുകൂടും. ഇവിടെ ശ്രീരാമൻ ഗുഹയിൽ പ്രവർഷണം എന്നുള്ള എന്നും മഴയുള്ളൊരു സ്ഥലം, അവിടെ ഒരു ഗുഹയിൽ പർവ്വതത്തിൻ്റെ മുകളിലാണ് കഴിച്ചുകൂട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ സുഗ്രീവനെ രാജാവാക്കി ബാലിയെ വധിച്ചതിന് ശേഷം പിന്നെ സീതയെ കാണാത്തതുകൊണ്ടുള്ള വിഷമം, വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് ഈ 4 മാസം കഴിച്ചുകൂട്ടിയത്. സഖ്യത്തിൽ പറഞ്ഞ പ്രകാരം ബാലിയെ വധിക്കൽ കഴിഞ്ഞു, ശ്രീരാമൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി അടുത്തത് സീതാന്വേഷണത്തിന് സഹായിക്കുക എന്നുള്ളതാണ്. സുഗ്രീവനും സൈന്യവും കൂടിയിട്ട്, വാനര സൈന്യവും കൂടിയിട്ട് ഈ സീതാന്വേഷണം നടത്തിയിട്ട് സീതയെ കണ്ടുപിടിക്കണം. രാവണനാണ് കട്ടുകൊണ്ടുപോയത്, ആ രാവണനെ വധിക്കണം. അപ്പോൾ രാവണൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയണം. ഇതാണ് രണ്ടാമത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഖ്യമാണല്ലോ. അപ്പോൾ ഇതിൽ കരാറ് ഇതാണ്. അപ്പോൾ അതിന് കാത്തിരുന്നു. ഇതാണ് 4 മാസക്കാലം ഈ രാമനും ലക്ഷ്മണനും ആ ഗുഹയിലിരിക്കുമ്പോൾ ലക്ഷ്മണന് പല തത്വങ്ങളെക്കുറിച്ചും ഉപദേശം കൊടുക്കുന്നു. അങ്ങനെയുള്ള രംഗമാണ് ഇനി പറയുന്നത്. തദനു ഹനുമത സുഗ്രീവമൈത്രീം നീതഃ ത്വം അങ്കുഷ്ഠേന ദുന്ദുഭേഃ കായം ഉച്ചൈഃ ക്ഷിപ്ത്വാ ഭൂയഃ പത്രിണ സപ്തസാലാൻ യുഗപത് ലുലവിധ എന്ന് പറഞ്ഞാൽ മുറിച്ചു. യുഗപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത്. സുഗ്രീവ ഘാതോദ്യതം അതുലബലം വ്യാജവൃത്യ ബാലിനം ഹത്വ വിരഹ തരളിതഃ ശ്രീരാമഃ മതംഗാശ്രമേ വർഷാവേളാം അനൈഷീർ. അനൈഷീർ എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു, അല്ലെങ്കിൽ അവിടെ കഴിച്ചുകൂട്ടി എന്ന് സാരം. അപ്പോൾ ഭഗവാന്റെ ഈ അതിഗംഭീരമായിട്ടുള്ള ഒരു ചെയ്യാൻ പാടുമോ ചെയ്യാൻ പാടില്ലേ എന്നുള്ളത് ചോദിക്കരുത്. കാരണം ബാലിവധത്തിൻ്റെ തത്വം കുറച്ച് വിശദീകരിച്ചാലേ അത് ശരിയാവുള്ളൂ. ബാലി എന്നുള്ളത് ഇവിടെ വാനരനാണെങ്കിലും നമ്മുടെ മനസ്സ് സ്വതേ വാനരനെ പോലെയാണ്. ഒരു ചിട്ടയില്ല, ഒരു വ്യവസ്ഥയില്ല സ്വതേ മനസ്സിൻ്റെ സ്വഭാവമാണത്, വാനര ഭാവമാണ്. അത് പലപ്പോഴും കാട് കയറും, ചിന്തിച്ചിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് ശരിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പോകും. അതേപോലെ അങ്ങടും ചാടും ഇങ്ങടും ചാടും. വാനരന്മാർ അങ്ങനെയല്ല, ഒരു കൊമ്പിലിരിക്കില്ല, അങ്ങടും ചാടും ഇങ്ങടും ചാടും. അപ്പോൾ നമ്മുടെ മനസ്സ് പല വിഷയങ്ങളിലായിട്ട് ഏതൊക്കെ വിഷയത്തിലേക്കാണ് പോകാൻ നമുക്ക് അറിയില്ല. പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മുടെ കടമ. അതിനാണ് ബുദ്ധി തന്നിരിക്കുന്നത്. അഹവും ബുദ്ധിയും അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്ന ബോധത്തോട് കൂടിയിട്ട് ബുദ്ധിയെ വിശകലനം ചെയ്ത് എടാ മനസ്സേ നീ അങ്ങോട്ട് പോകരുത്, നീ ഇങ്ങോട്ട് വാ എന്ന് കടിഞ്ഞാണെ പിടിച്ച് വലിക്കണം. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ. കാരണം ഒരു തല ഇന്ദ്രിയത്തിലാണ് കെട്ടിയിട്ടുണ്ടാവുക. കണ്ണായാലും മൂക്കായാലും നാക്കായാലും തൊലിയായാലും ഒക്കെ അവിടേക്കാണ് കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് മനസ്സ് അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങോട്ട് പോവാതെ കണ്ട് ആ കുതിരയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ണിനെ വെച്ചാൽ കണ്ണിനെ അവിടെ നിന്നും ദൃഷ്ടിയും തഥാ പ്രതിനിവർത്തിയ. അപ്പോൾ കണ്ണ് മാത്രമല്ല, മൂക്കായാലും തൊലിയായാലും നാക്കായാലും ചെവിയായാലും ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ആയാലേ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സ് ഇങ്ങനെ പല വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ പൂർവ്വജന്മ കർമ്മവാസനയായിട്ട് കാമബാക്കിയായിട്ട് അത് വേണം എന്നിങ്ങനെ തോന്നും. അതും വേണം എന്ന് തോന്നും. അപ്പോൾ അത് കിട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ചാവും പിന്നെ ചിന്തിക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് എവിടേക്കാത് മനസ്സിങ്ങനെ പോകണമെന്ന് വെച്ചില്ലാണ്ട്
ആ പോകുന്ന മനസ്സിനെ നമ്മൾ ഒളിയമ്പ് ചെയ്ത് കൊല്ലണം എന്നാണ്. ആ സമയത്ത് അങ്ങോട്ട് പോവാതിരിക്കാൻ ഈ ബുദ്ധിക്ക് ചിലപ്പോൾ വിശകലനം ചെയ്തിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിനൊരു സൂത്ര വഴി, സദാസേവ്യ സദാസേവ്യ എന്നുള്ള ഭാവമുണ്ടെങ്കിൽ, എല്ലായ്പ്പോഴും ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ സഹായം നമുക്ക് കിട്ടും. അപ്പോൾ ചിന്ത പോകുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പളയ്ക്ക് ഛേദിക്കണം. പിന്നെ ആ വിഷയം നമ്മുടെ മനസ്സിൽ വരാത്ത രീതിയിൽ മറ്റെന്തെങ്കിലും നിറയ്ക്കണം. നമ്മളെ വീക്ക്നെസ് ആയിട്ടുള്ളൊരു ഇന്ദ്രിയം ഉണ്ടാവും. ആ ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ വീക്ക്നെസ് എൻ്റെ ജീവനെ തന്നെ അപകടത്തിലാക്കും, ജീവൻ്റെ ശുദ്ധി ഒരിക്കലും കിട്ടാത്തൊരു ഭാവത്തിലെത്തിക്കും എന്ന് മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് ആ വിഷയത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രമിക്കുക തന്നെ വേണം. അപ്പോൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒളിയമ്പ്. അങ്ങനെ ഒളിയമ്പ് ചെയ്താലേ, ഇല്ലെങ്കിൽ എല്ലാം സ്വാർത്ഥപരമായിട്ട്, രജോ ഗുണമായിട്ട് സ്വാർത്ഥപരമായിട്ട് എല്ലാം എനിക്ക് എന്നുള്ള കൈക്കോട്ടിൻ്റെ ജീവനാവും. ആ കൈക്കോട്ടിൻ്റെ ജീവനായിട്ട് വരാൻ പാടില്ല. അത് ജീവൻ ഒരിക്കലും സംസാരം അവസാനിക്കാത്തൊരവസ്ഥയിൽ വരും. ജനിക്കാൻ മരിക്കുക അതൊരിക്കലും അവസാനിക്കില്ല. അപ്പം അങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ മുറിക്കുക തന്നെ വേണം. ആ മുറിക്കലാണ് ഈ ബാലിവധം. അപ്പോൾ ബാലിയെ ഇങ്ങനെ കൊന്നത് ശരിയോ എന്നുള്ളത് കഥാരുചിക്കനുസരിച്ച് ശരി തെറ്റുകൾ ഉണ്ടാവാം. ബാലി വഞ്ചന സ്ഥിരം ശീലമാക്കിയ ഒരാളാണ്. ക്രോധശാലിയാണ് എപ്പോഴും. എല്ലാം തനിക്ക്, ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാട്യം. അങ്ങനെയാണ്. അതിനുള്ള വീര്യമുണ്ട്, അതിനുള്ള തപഭരമുണ്ട്, അതിനുള്ള ശൗര്യമുണ്ട്, എല്ലാം ഉണ്ട്, കായബലമുണ്ട്. അപ്പോൾ ആർക്കും കീഴടങ്ങില്ല. ഈ വരബലമാണെന്ന് വെച്ചാലോ അന്യൻ്റെ ശത്രുവിൻ്റെ പകുതി ഫലം കൂടി കിട്ടും. അപ്പോൾ കണ്ണിനെ സഹായിക്കാൻ ചെവി ഉണ്ടാവും, ചെവിയെ സഹായിക്കാൻ നാവുണ്ടാവും, നാവിനെ സഹായിക്കാൻ തൊലി ഉണ്ടാവും, മൂക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ പ്രശ്നമാണ്. നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അങ്ങനെ പോരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ നശിച്ചു പോവുക ചെയ്യുക. അപ്പോൾ നശിച്ചു പോവാതിരിക്കാൻ എന്ത് വേണം? അതിനെ ഒഴിവാക്കുക തന്നെ വേണം. അതാണ്. അപ്പോൾ വളരെ വിശദമാണത്. നീതഃ സുഗ്രീവ മൈത്രീം തദനു ഹനുമത ദുന്ദുഭേഃ കായം ഉച്ചൈഃ ക്ഷിപ്ത്വാ അങ്കുഷ്ഠേന ഭൂയഃ ലുലവിധ യുഗപത് പത്രിണ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതഃ ഉദ്യതം അതുലബലം. അതുലബലം ബാലിനം വ്യാജവൃത്യ വർഷാവേളാം അനൈഷീഃ വിരഹ തരളിതഃ ത്വം മതംഗ ആശ്രമാന്തേ മതംഗ ആശ്രമേ അന്തേ എന്നുള്ള അർത്ഥത്തിലാണ് വരിക. മതംഗ ആശ്രമാന്തേ. അപ്പം ഇവിടെ ഈ സപ്തസാലങ്ങൾ എന്നത് ഒരു 7 അസുരന്മാർ, 8 അസുരന്മാരെന്ന് കൂട്ടുക. പാമ്പും അസുരൻ തന്നെയാണ്. അപ്പോൾ അതൊരു പാമ്പായിട്ട് ഈ മഹർഷിമാർ കുമാരന്മാരായിരുന്നു. ഒരു മഹർഷിയെ കളിയാക്കി. അപ്പോൾ ശപിച്ചതാണ്, നിങ്ങൾ അസുരവർഗം ആയിട്ട് മാറട്ടെന്ന്. പിന്നെ അവർക്ക് മരങ്ങളായിട്ട് മാറേണ്ടി വരികയും ചെയ്തു ശാപം മൂലം. ഈ 7 അസുരന്മാരാണ് ഈ പാമ്പിൻ്റെ മുകളിൽ മരങ്ങളായിട്ട് വന്നു നിന്നത്. അപ്പോൾ ഈ പാമ്പ് വട്ടത്തിൽ നിൽക്കുക. പാമ്പിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ പാമ്പും ഒരു അസുരനാണ്. അപ്പോൾ ഈ 7 മരങ്ങളാകുന്ന ഈ അസുരന്മാരെ ഭഗവാൻ വധിച്ചത് പാമ്പിൻ്റെ പൊക്കിളിൽ അമർത്തി ചവിട്ടി. പാമ്പിനെ ആരും കാണില്ല, ഭൂമിക്കടിയിലാണ്. പക്ഷേ പാമ്പിൻ്റെ പൊക്കിളിന് ചവിട്ടിയപ്പോൾ അത് ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പോൾ പാമ്പിൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് പാമ്പ് നിവരും. ആ പാമ്പ് നിവർന്നു കഴിഞ്ഞപ്പോൾ ഈ മരങ്ങളെല്ലാം നേർരേഖയിൽ വന്നു എന്നാണ്. അങ്ങനെ നേർരേഖയിൽ വന്ന ആ മരങ്ങളെ ഒരു അമ്പ് കൊണ്ട് ഭഗവാൻ വധിച്ചു എന്നതാണ്.
അപ്പം അതിൻ്റെ ഒരു കഥ വിസ്തരിച്ച് ഭാരതത്തിലുണ്ട്. ആ പ്രവൃത്തിയും ഈ സുഗ്രീവന് അത്യത്ഭുതമുണ്ടാക്കി. അപ്പോൾ തൻ്റെ ഈ ശത്രുവായിട്ടുള്ള ബാലിയെ വധിക്കാൻ ശ്രീരാമന് സാധിക്കും എന്നുള്ളതും അവിടെ മനസ്സിലാക്കി കൊടുത്തു എന്നതാണ്. അങ്ങനെ ഹനുമാൻ്റെ സഖ്യവും കിട്ടി, സുഗ്രീവൻ്റെ ഈ രാജകീയമായിട്ടുള്ള സൈന്യബലവും ഈ സഖ്യം കൊണ്ട് കിട്ടി. അപ്പോൾ അതിബലവാനായിട്ടുള്ള ഈ ബാക്കി എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്നതായിട്ട് ഈ ബാലിയെയും വധിച്ച്, അതും ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിൽപ്പെട്ട തന്നെയാണ്. അങ്ങനെ തൻ്റെ കഴിവിനെ സുഗ്രീവന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും അതേപോലെ സുഗ്രീവനെ സഹായിച്ചുകൊണ്ടും, അത് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തു എന്ന് ഈ ശ്ലോകം കൊണ്ട് കുറച്ച് പറഞ്ഞ് ബാക്കി നമ്മൾ കൂട്ടിച്ചേർത്താൽ പൂർണ്ണമാവും. അങ്ങനെയാണ്. കൂട്ടിച്ചേർക്കാനുള്ളതിലുണ്ട്, എല്ലാം സൂചനയായിട്ട് മുഴുവൻ തന്നിട്ടുണ്ട്. തദനു ഹനുമത സുഗ്രീവ മൈത്രീം നീതഃ ത്വം അങ്കുഷ്ഠേന ദുന്ദുഭേഃ കായം ഉച്ചൈഃ ക്ഷിപ്ത്വാ ഭൂയഃ പത്രിണാ സപ്തസാലാൻ യുഗപദ് ലുലവിധ സുഗ്രീവഘാത ഉദ്യതം അതുലബലം വ്യാജവൃത്യ ബാലിനം ഹത്വാ വിരഹ തരളിതഃ മതംഗാശ്രമേ വർഷാവേളാം അനൈഷീത് എന്ന് അന്വയം. അതിനുശേഷം ഈ ഹനുമാൻ സംഘത്തിന് ശേഷം സുഗ്രീവ സഖ്യത്തിന് ശേഷം അപ്പോൾ ഹനുമാൻ ഈ വടുവാമന രൂപത്തിൽ രാമനുമായിട്ട് സംവദിച്ചു. ആ സംവാദം വളരെ അർത്ഥവത്താണ്, വേദസാരമാണ്, ഒരു നല്ല മന്ത്രിയുടെ സൂചന, അതേപോലെ ജ്ഞാനിയാണെന്ന് മനസ്സിലായി. അതെല്ലാം ലക്ഷ്മണനുമായിട്ട് സംവദിക്കണം. അപ്പോൾ ഹനുമാൻ സംഘത്തിന് ശേഷം ഹനുമാൻ്റെ തോളത്തിരുന്നു കൊണ്ട് ഈ ഋഷ്യമുഖാചലത്തിലെത്തി സുഗ്രീവനോട് സഖ്യം ചെയ്തു. അഗ്നിസാക്ഷിയായിട്ട് ബാലിയെ വധിച്ചുകൊള്ളാമെന്ന് അങ്ങോട്ടും, ബാലിവധത്തിന് ശേഷം ഈ സീതാന്വേഷണത്തിന് സഹായിക്കാം, രാവണനെ വധിക്കാം സഹായിക്കാം എന്ന് സൈന്യത്തെ തരാമെന്നും ഈ സുഗ്രീവൻ സഖ്യം ചെയ്തു. അങ്ങനെ അഗ്നിസാക്ഷിയായിട്ട് രാമനും സുഗ്രീവനും സഖ്യം ചെയ്തു. അതിനുശേഷം സുഗ്രീവനെ ബോധ്യപ്പെടുത്താൻ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ദുന്ദുഭിയുടെ ഈ ജഡത്തെ, പണ്ട് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്, ബാലിയാൽ വധിക്കപ്പെട്ടതായിട്ട് ദുന്ദുഭി ഒരു മായാവിയാണ്. ആ ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഈ ശരീരം അവിടേക്ക് വന്നതും അങ്ങനെയാണ്. ബാലിയുടെ ഈ ഹുങ്ക് കാരണം കൊണ്ട് ഈ മതംഗമുനി തപസ് ചെയ്യുന്നതായിട്ട് ഈ സ്ഥലത്തേക്ക് അറിയാതെ കണ്ടാണ്, അങ്ങനെ കണക്കാക്കിക്കൊണ്ടല്ല, എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അശുദ്ധമായി. അപ്പോൾ ഇത് എറിഞ്ഞ ആൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നുള്ളത് ശാപം. അപ്പോൾ ബാലിക്ക് അങ്ങോട്ട് കടക്കാൻ നിർത്തിയില്ല. അതുകൊണ്ട് ആ മലയ്ക്ക് ബാലി കയറാ മല എന്ന് പേരുണ്ടായി. അപ്പോൾ ആ ദുന്ദുഭിയുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്, തലയുള്ളൂ. അപ്പം അത് ആ ശരീരത്തെ ഉയർത്തിയിട്ട് എറിഞ്ഞു, എങ്ങനെ കാലിൻ്റെ പെരുവരിലുണ്ട്. പിന്നെ ഒരു ശരം കൊണ്ട് ഈ 7 സാലവൃക്ഷങ്ങളെ ഒരേ സമയത്ത് ഭഗവാൻ മുറിച്ചു, ഒരമ്പ് കൊണ്ട്. സുഗ്രീവ വിശ്വാസത്തെ ആ സമയത്ത് ശ്രീരാമന് ഈ 2 പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. സുഗ്രീവൻ ബാലിയെ ഭയപ്പെട്ടാണ് കഴിയണത്. ആ സുഗ്രീവനെ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതായിട്ടുള്ള ബാലി, അതുല്യ ബലവാനായിട്ടുള്ള ആ ബാലി സ്ഥിരമായിട്ട് മറ്റുള്ളവരെ വഞ്ചിക്കുക, ഇതാണ് ബാലിയുടെ ഒരു സ്വഭാവം. അപ്പോൾ ഭഗവാനും അതേപോലെ തന്നെ വഞ്ചനാസ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഒളിയമ്പ ചെയ്തുകൊണ്ട് ഈ സുഗ്രീവനും ബാലിയും കൂടിയിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഒരേ ഛായ ആയതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങളൊക്കെ സുഗ്രീവന് കൊടുത്ത് ആ യുദ്ധത്തിൻ്റെ സമയത്ത് മരത്തിൻ്റെ പിന്നിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ ഒരമ്പ് കൊണ്ട്, ഒരു ഒളിയമ്പ് കൊണ്ട് വധിച്ചു. അങ്ങനെ സീതാദേവിയെ ഒപ്പം ഇല്ലാത്തതുകൊണ്ടുള്ള വിരഹം അനുഭവിച്ചുകൊണ്ട് കർക്കടം, ചിങ്ങം, കന്നി, തുല 4 മാസം വർഷക്കാലം പ്രവർഷണം എന്ന മലയുടെ ഈ മതംഗമുനിയുടെ ആശ്രമത്തിൽ വർഷക്കാലത്തെ ചെലവഴിച്ചു. ഇങ്ങനെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആദ്യത്തെ ശ്ലോകമാണ്.
നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേളാമനൈഷീ വിരഹതരളിതസ്ത്വം മതംഗാശ്രമാന്തേ. ഇനി അടുത്ത ശ്ലോകം അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു ശ്ലോകേ പറഞ്ഞുള്ളൂ. നാരായണ നാരായണ.